Okay. So, നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൻ്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനകത്ത് ആദ്യത്തെ 28 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 29 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കിയേ. എന്താ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്? The rate constant for the reaction 2N2O5 is 4NO2 plus O2 is 2 into 10 raised to minus 5 second inverse. If rate of reaction is 1.4 into 10 raised to minus 4 mole liter raised to minus 1 second raised to minus 1, what will be the concentration of N2O5 in mole liter raised to minus 1? ആയിക്കോട്ടെ, ഒന്നുകൂടെ വായിക്കാം. The rate constant for the reaction 2N2O5 is 4NO2 plus O2 is 2 into 10 raised to minus 5 second inverse. അവിടെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഉണ്ട്. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കാണുമ്പോൾ തന്നെ ഈ റിയാക്ഷൻ ഏത് ഓർഡർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓർഡർ മനസ്സിലായിട്ടുള്ളവർക്ക് പറയാം, വേഗം പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അങ്ങനെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാൻ പറ്റും? rate equal to K into concentration of the reactant, അത് N2O5 റൈസ് ടു ദ പവർ എത്രയാണ് വരിക? 1. കാരണം ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ഫസ്റ്റ് ഓർഡർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ വെരി സിമ്പിൾ. എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ട്. റേറ്റ് എത്രയാണെങ്കിൽ കോൺസെൻട്രേഷൻ എത്ര? റേറ്റിന്റെ വാല്യൂ സാറിന് പറഞ്ഞ റേറ്റിന്റെ വാല്യൂ 4 into 10 raised to minus 5 അത്രയും മോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1 സെക്കൻഡ് റൈസ് ടു മൈനസ് 1. അതാണ് റേറ്റിൻ്റെ യൂണിറ്റ്. കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ ഗിവൺ? പറഞ്ഞോ. 2 into 10 raised to പറഞ്ഞേ 2 into 10 raised to minus 5 അത്രയും സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ മക്കളെ? ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O5. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സെക്കൻഡ് ഇൻവേഴ്സ് ക്യാൻസൽ ആയി പോവും. ഇത് സോൾവ് ചെയ്താൽ കോൺസെൻട്രേഷൻ ഓഫ് N2O5 കിട്ടും. എത്രയും വേഗം ചെയ്യൂ എന്നിട്ട് ആൻസർ പറയൂ. എത്രയും വേഗം ചെയ്തിട്ട് ആൻസർ പറയൂ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. കിട്ടിയാ? 0.7 മോൾ പെർ ലിറ്റർ. അങ്ങനെ ആൻസർ ഉണ്ടല്ലോ അതിനകത്ത്. എല്ലാവർക്കും കിട്ടിയോ 0.7 മോൾ പെർ ലിറ്റർ ഒന്ന്? കിട്ടി. ഓക്കെ, അപ്പോൾ സാറിന് മുന്നോട്ട് പോവാം. ഇതിലെ ക്വസ്റ്റ്യൻ നമ്പർ 29 ഓപ്ഷൻ എന്താണ്? ബി ആണ്. ഇവിടെ ഓപ്ഷൻ മാർക്ക് ചെയ്തത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ പുറകിൽ ആൻസർ കീ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടി നോട്ട് ബുക്കും ഉണ്ട്. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കൂ മക്കളെ. Question number 30. For a chemical reaction, X gives Y. ആയിക്കോട്ടെ. The rate of the reaction increases by a factor of 1.837 when the concentration of X is increased by 1.5 times. The order of the reaction with respect to X is. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. For a chemical reaction, X gives Y. ഉടൻ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം. Rate is equal to, റേറ്റിന് സാർ ആറെന്ന് എഴുതി. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ. ശരിയല്ലേ മക്കളെ? ഓക്കെ, ആയിക്കോട്ടെ. അത് nth ഓർഡർ ആണ്. സാറിന് ഓർഡർ അറിയത്തില്ല. ലെറ്റ് ഇറ്റ് ബി എൻ. ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 1.837. അപ്പോൾ ദ റേറ്റ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറിയിരിക്കുന്നു? 1.837 ആയിട്ട് മാറിയിരിക്കുന്നു. ഇസ് ഈക്വൽ ടു എപ്പോൾ? വെൻ ദ കോൺസെൻട്രേഷൻ എന്ത് സംഭവിച്ചപ്പോഴാണ്? 1.5 ടൈംസ് അല്ലേ? ഓക്കെ, അപ്പോൾ 1.5 ടൈംസ് എന്ന് പറയുന്നത് 3/2 അല്ലടാ? 3/2 ഇൻറ്റു എക്സ് ദ ഹോൾ റൈസ് ടു എൻ. ഇതായിരുന്നു ഇനിഷ്യൽ റേറ്റ്. ഇത് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ റേറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ രണ്ട് ഇക്വേഷനും ഉണ്ടാക്കി നമുക്ക് 2 ഡിവൈഡഡ് ബൈ 1 ചെയ്ത് നോക്കാം മക്കളെ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 1.837 6 ക്യാൻസൽ ആയിപ്പോയി. 1.837 R/R. അപ്പോൾ 1.837 എന്ന് വരും. കറക്റ്റാണോ? ഇസ് ഈക്വൽ ടു കെയും ക്യാൻസൽ ആയിപ്പോയി. എക്സ് റൈസ് ടു എൻ ക്യാൻസൽ ആയിപ്പോയി. അത് 3/2 ദ ഹോൾ റൈസ് ടു എത്രയാണ്? n എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ?
ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ 3/2 റൈസ് ടു പവർ ആക്കി എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുക. കാരണം 1.837 എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് 5/3 എത്രയാ? 1.675 ആണോ? 66 ആണോ? വേണ്ട, 2/3 റൈസ് എത്ര വരും നോക്കണം. അപ്പോൾ ഇത് 1.837 അല്ലെങ്കിൽ ലോഗരിതം എടുക്കേണ്ടി വരും. രണ്ട് സൈഡിൽ ലോഗരിതം എടുത്തിട്ട് ആൻറ്റി ലോഗരിതം ഒക്കെ എടുത്ത് കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ് അല്ലാതെ ചെയ്ത് ഇതിനെ 3/2 ഒരു ടേമിൽ എഴുതാൻ പറ്റിയാൽ വളരെ നല്ലത്. 1.837 കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കട്ടെ. ABC. ഇത് 3/2 the whole raised to 3/2 ആണ് ഇവിടെ വരിക. അത് 3/2 the whole raised to n. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആ ടൈപ്പ് പ്രോബ്ലങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല. ഇത് കുറച്ചുകൂടെ എന്താണ് JEE അഡ്വാൻസ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലം ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1.837 എന്ന് പറയുന്നത് 1.5 ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുന്നതിന് ഈക്വൽ ആയിരിക്കും എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. അങ്ങനെ കറക്റ്റ് ആവുമെന്ന് കാൽക്കുലേറ്ററുള്ള ഒരു സ്റ്റേറ്റുകാർ കേട്ടോ. ഇത് എൻട്രൻസ് ക്ലാസ്സിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും 3/2 എന്ന് പറയുന്നത് 1.5, അതിൻ്റെ റൈസ് ടു 3 അതിൻ്റെ ക്യൂബ് എടുക്കണം. സോ 1.5 റൈസ് ടു 3 എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂബ് എൻ്റെ അതില്ല, എന്ത് ചെയ്യാൻ പറ്റും? 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 അപ്പോൾ ക്യൂബായി 3. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആൻസർ എത്ര? 3 റെഡി ആക്കുക. 3.37. ഓക്കെ, അത് 1.83 കറക്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ 3/2 the whole raised to 3/2. അപ്പോൾ 3/2 റൈസ് ടു എത്രയാണ്? n. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എളുപ്പത്തിൽ. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 30 ഓപ്ഷൻ എ, ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എൻട്രൻസ് കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 1.5 ആണ്. 1.5 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 1.5 തന്നെ. ഇത് രണ്ട് ഈക്വൽ ആവൂലല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ലെന്ന് ഉറപ്പിക്കാം. മനസ്സിലായോ? അടുത്തത് 1.5 എത്രയാണ്? 3/2 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എന്താണ് 3/2 റൈസ് ടു 1.5 3/2 ആണ്, ശരിയല്ലേ? ആ 3/2 എന്തെടുക്കണം? ക്യൂബ് എടുക്കണം, എന്നിട്ട് റൂട്ട് എടുക്കണം. എന്നല്ലേ ഇതിൻ്റെ മീനിങ്? 3/2 ക്യൂബ് എന്നിട്ട് അതിൻ്റെ 1/2 എടുക്കുക. 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കണം എന്നാണ് മീനിങ്. മനസ്സിലായാ? അങ്ങനെ ചെയ്ത് ഓപ്ഷൻ ഇട്ട് ചെയ്ത് നോക്കാം. അപ്പം ആൻസർ കിട്ടിക്കോളും. അത്രയും ഡിഫിക്കൽട്ടി വരത്തില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1.5 ആണ്, അഥവാ 3/2 ആണ് എൻ്റെ ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 31. ഫോർ എ റിയാക്ഷൻ x gives y, the rate of a reaction becomes 27 times when the concentration of x is increased 3 times. What is the order of the reaction? Okay, so എനിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു 3. അതെങ്ങനെ കിട്ടിയത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ലെവൽ കൂട്ടേണ്ടിയിരിക്കുന്നു. സോ റേറ്റ് ഈസ് ഈക്വൽ ടു എത്ര മക്കളെ? k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു n. എന്നിട്ട് റേറ്റ് 27 ടൈംസ് ആയി, ശരിയല്ലേ? 27 r. എപ്പോൾ? എന്താ കോൺസെൻട്രേഷൻ 3 ടൈംസ് ആയപ്പോഴല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ എന്താ വായിക്കാത്തത്? when the concentration of x is increased 3 times, what is the
order of the reaction എന്നാണ് question. What is the order of the reaction? അപ്പോൾ നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാം. അപ്പോൾ 27R divided by R ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 divided by 1 ചെയ്യും. അപ്പോൾ നമുക്ക് എന്തോ കിട്ടൂടാ? 27R by R 27 കിട്ടും. K by K ക്യാൻസൽ ആയിപ്പോയി. X raised to N X raised to N ക്യാൻസൽ ആയിപ്പോയി. 3 raised to N എന്ന് കിട്ടും. 3 raised to 3 അല്ലടാ 27. അപ്പോൾ N equal to 3. ഇത് മനസ്സിലായോ? ഇങ്ങനെ ഉള്ള പ്രോബ്ലങ്ങളിൽ ഞാൻ എങ്ങനെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇത്രേ ചെയ്തുള്ളൂ മനസ്സിൽ. ഫോർ എ റിയാക്ഷൻ എക്സ് ഗീവ്സ് വൈ, ഒറ്റ ആളേ ഉള്ളൂ, എക്സ് ഗീവ്സ് വൈ എന്താണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബിക്കം 27 ടൈംസ് ആയിക്കോട്ടെ. ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് ഇൻക്രീസ്ഡ് 3 ടൈംസ്. അപ്പം ഇൻക്രീസ്ഡ് ബൈ 3 ടൈംസ്. അപ്പോൾ 3യെ എങ്ങനെ 27 ആക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 3യുടെ സ്ക്വയർ 9 ടൈംസ് ആയുള്ളൂ, 3യുടെ ക്യൂബ് 27 ആയി. അപ്പോൾ തന്നെ എനിക്ക് ആൻസർ കിട്ടി. മനസ്സിലായോ? മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, ഇതാണ് എൻ്റെ ഐഡിയ. എന്താണ് റേറ്റ്? ഇതാണ് കറക്റ്റ് ഐഡിയ. റേറ്റ് K ഇൻറ്റു എക്സ് റൈസ് ടു എൻ, മറ്റേ 27R സിക്കൽ ടു K ഇൻറ്റു 3x റൈസ് ടു എൻ. പിന്നെ നമുക്ക് റേഷ്യോ എടുക്കാം. അപ്പോൾ 27 സിക്കൽ 3 റൈസ് ടു എൻ, അപ്പോൾ N ഈസ് ഈക്വൽ ടു 3 ആണ്. 3 ഐഡിയ ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 32 മക്കളെ. ദ റേറ്റ് ലാ ഫോർ എ റിയാക്ഷൻ A പ്ലസ് ബി ഗീസ് C പ്ലസ് D. അതല്ലേ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കൂടെ വായിക്കണേ സാറിനോടൊപ്പം. A പ്ലസ് ബി ഗീസ് C പ്ലസ് D is given by the expression K into concentration of A. The rate of the reaction will be എത്രടാ റേറ്റ്? K expression K into concentration of A എന്നല്ലേ? ഓക്കെ, അപ്പോൾ the double on doubling the concentration of B. തെറ്റല്ലേ മക്കളെ? റേറ്റിന് ബി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം റേറ്റ് എക്സ്പ്രഷൻ റേറ്റ് ഈക്വൽ ടു K into concentration of A എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷനായിട്ട് റേറ്റിന് യാതൊരു ബന്ധവും ഇല്ല. മനസ്സിലായെന്നോ ഇല്ലെന്നോ? ഹാഫ് ഡോൺ റെഡ്യൂസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ ടു ഹാഫ്. ശരിയല്ലേ? കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. അപ്പം എയുടെ കോൺസെൻട്രേഷൻ ഹാഫ് ആക്കിയാൽ റേറ്റും ഹാഫ് ആവും. കറക്റ്റ് ആണല്ലോ? അടുത്ത് ഡിക്രീസ് ഡോൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് ദ റിയാക്ഷൻ. അത് പോസിബിൾ അല്ല. ടെമ്പറേച്ചർ കൂട്ടിയാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഓക്കെ. അടുത്ത് അൺഅഫക്റ്റഡ് ബൈ എനി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് വ്യത്യാസം വരും, ഉറപ്പായിട്ടും അത് കൂടും. അതുപോലെ കോൺസെൻട്രേഷൻ എയുടെ കോൺസെൻട്രേഷൻ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അവിടെ എന്താണ് റേറ്റിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ഒരേ ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. എന്താണ് റൈറ്റ്? ഹാഫ് ഡോൺ റെഡ്യൂസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ ടു ഹാഫ്. ക്ലിയർ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 33. ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ. കൊള്ളാം. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഞാൻ ഇനി പഠിപ്പിക്കേണ്ടതാണ് കേട്ടോ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. എക്സ്റ്റെൻറ്റ് ഓഫ് ദ റിയാക്ഷൻ, എത്രത്തോളം എന്താണ് റിയാക്ഷൻ നടക്കണു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ, ടൈം ഓഫ് കംപ്ലീഷൻ ഓഫ് ദ റിയാക്ഷൻ. ഫസ്റ്റ് വൺ ആണ് ആൻസർ അല്ലേ? ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്ന് പഠിപ്പിക്കാം. നിങ്ങൾ തൽക്കാലം അതങ്ങനെ പഠിക്കുക. ഓക്കെ. അടുത്ത് ഫോർ എ റിയാക്ഷൻ എ പ്ലസ് ബി ഗീസ് പ്രോഡക്ട്സ്, വാട്ട് വിൽ ബി ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബി. നല്ല ക്വസ്റ്റ്യൻ ആണ്. എക്സാം ചോദിക്കുന്നതാണ്. എ പ്ലസ് ബി ഗീസ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ എ പ്ലസ് ബി ഗീസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ബോഡി നോക്കുക എല്ലാവരും. റേറ്റ് ആർ ഇസ് ഈക്വൽ ടു പറഞ്ഞേ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് എന്ന് എഴുതി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ. ഇതാണ് അവിടുത്തെ ബേസ് ഇക്വേഷൻ. ഓക്കെ. ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പെരിമെൻറ്റുകൾ തരുമ്പോൾ നിങ്ങൾ എയുടെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷനോ ഈക്വൽ തന്നിട്ടുള്ള ഏതെങ്കിലും കേസ് ഉണ്ടോ എന്ന് നോക്കുക. എയോ ബിയോ ഈക്വലായി വരുന്ന ഏതെങ്കിലും എക്സ്പെരിമെൻറ്റുകളുണ്ടോ? സാർ ബി ഈക്വൽ ആകുന്ന 2 എക്സ്പെരിമെൻറ്റുകൾ ഇവിടെ ഉണ്ട് സാർ. എക്സ്പെരിമെൻറ്റ് നമ്പർ 2ഉം എക്സ്പെരിമെൻറ്റ് നമ്പർ 3ഉം. കറക്റ്റ് അല്ലേ? അപ്പോൾ എക്സ്പെരിമെൻറ്റ് നമ്പർ 2ഉം എക്സ്പെരിമെൻറ്റ് നമ്പർ 3ഉം ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. ആദ്യം ഇനിഷ്യൽ റേറ്റ് എത്ര? 4 ഇൻറ്റു കണ്ടോ അവിടെ റേറ്റൊക്കെ എഴുതിയിരിക്കണ കണ്ടോ എല്ലാവരും? K into what is the concentration of A given? 5 into 10 raised to minus 4. Raised to എത്ര? X into ബാക്കി പറ.
6 into 10 raised to minus 5 ആടാ raised to y. അടുത്ത് ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നിരിക്കട്ടെ. അടുത്ത് ഇനി എന്ത് ചെയ്തു സാറ്? അടുത്തത് എഴുതി. അടുത്ത റേറ്റ് പറ. സാറ് 16 into 10 raised to minus 3 എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? 1.6 into 10 raised to minus 2 പകരം 16 into 10 raised to minus 3 എന്ന് എഴുതി. ഓക്കെ അല്ലേ? k into ബാക്കി പറയട്ടെ k into ഓക്കെ 1 into 10 raised to minus 3 raised to x അല്ലേ? അപ്പം ഞാൻ അതിനെയും തിരുത്തി എഴുതാം. കാരണം മേളിൽ 10 raised to minus 4 അല്ലേ? അപ്പം ഞാൻ 10 into 10 raised to minus 4 എന്ന് തിരുത്തി എഴുതി. ഓക്കെ ഇൻറ്റു ബാക്കി പറ 6 into minus 5 raised to y. അത്രയും അത് ഇക്വേഷൻ നമ്പർ 3. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 3യെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ, തിരിച്ചും ചെയ്യാം. ഞാനെപ്പോഴും വലുത് മേളിലും ചെറുത് താഴെയും വരുന്ന ഇതിൽ ഡിവൈഡ് ചെയ്യുക, അതാണ് എനിക്ക് എളുപ്പം. അപ്പോൾ 10 raised to minus 3 10 raised to minus 3 ക്യാൻസൽ ആയി പോവും. 16/4 4 അല്ലേടാ? കെയും ക്യാൻസൽ ആയി പോവും. 10 raised to minus 4 അതൊക്കെ ക്യാൻസൽ ആയിപ്പോയി. 10/5 2 അപ്പോൾ 2 raised to x എന്ന് ബാക്കി വരും. ശരിയല്ലേ? അപ്പുറത്തെ ടൈം ഫുള്ളായിട്ട് ക്യാൻസൽ ആയി പോവും. ഓക്കെ ഈ 4 എന്ന് പറയുന്നത് 2 raised to 2, ഇത് 2 raised to x. ഓക്കെ അപ്പോൾ x is equal to എത്ര? 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആയി. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് a raised to 2. ഓപ്ഷൻസ് എന്താണ്? ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എയും വിത്ത് റെസ്പെക്ട് ടു ബിയും രണ്ടുപേരും കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്തത് ചെയ്യാം. അടുത്തത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ബി രണ്ടും സെയിം ആവുന്നതാണല്ലോ ഇപ്പോൾ എടുത്തത്. ഇനി സെയിം അല്ലാത്ത എടുക്കുക, എങ്കിലേ y കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സെയിം അല്ലാത്ത ഒരെണ്ണം ഏതെടുക്കുക? നമുക്ക് ഫസ്റ്റ് വണ്ണല്ലേ ഇനി ബാക്കിയുള്ളത്. അവിടുത്തെ റേറ്റ് പറ. 5 into 10 raised to minus 4 എന്ന് പറയുന്നതിന് പകരം സാറ് 5 into 10 raised to minus 4 അല്ലേ? അപ്പോൾ സാറ് 0.5 into 10 raised to minus 3 എന്ന് എഴുതാം. ഈക്വൽ ടു ബാക്കി പറ k into എയുടെ കോൺസെൻട്രേഷൻ പറ, സമയം കളയണം എന്തിന്? 2.5 into 10 raised to minus 4 raised to x into ബാക്കി 3 into minus 5 അത്രയും raised to y. അത് ഇക്വേഷൻ നമ്പർ 4 എന്നിരിക്കട്ടെ കേട്ടോ. ഇക്വേഷൻ നമ്പർ 4 സാറ് 4 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്യുകയാണ്. 4 ഡിവൈഡ് ബൈ 2 ഇതേ ഡിവൈഡ് ബൈ ഇത് 10 raised to minus 3 10 raised to minus 3 ക്യാൻസൽ ആയിപ്പോയി. 4 ഡിവൈഡ് ബൈ 0.5 എത്രയാണ്? 4 divided by 0.5. 0.5 means 1/2. 4 divided by 1/2 means 4 into 2. അത് 8. മനസ്സിലായടാ? കെയും ക്യാൻസൽ ആയി. 2.5 into 10 raised to minus 4 5 into 10 raised to minus 4. അപ്പോൾ എത്ര ഇവിടെ ഞങ്ങൾക്ക്? ഇതേ ഡിവൈഡ് ബൈ ഇതാണ് 1/2 എന്നല്ലേ മക്കളെ കിട്ടുന്നത്? 1/2 റൈസ് ടു എത്ര? 1/2 റൈസ് ടു എക്സ്. ഇനി 3 into 10 raised to minus 5 ഇത് 6 into 10 raised to minus 5 പറഞ്ഞോ? അതും 1/2 തന്നെ. റൈസ് എത്ര കിട്ടും? y. ഓക്കെ ഇനി വാ. ഇനി എന്താണ് എവിടെയെങ്കിലും തെറ്റിയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, നോക്കാം എന്തായാലും. 8 is equal to 1/2 raised to x. x എത്രയായി? 2. അപ്പം എന്താണ് ഇത്? 1/2 സ്ക്വയർ ഇൻറ്റു ഓക്കെ 1/2 റൈസ് ടു എത്രയാണ്? y. ശരിയല്ലേ? അനി 8 is equal to എത്ര? 1/4 അല്ലേ മക്കളെ? ഇൻറ്റു 1/2 the whole raised to y. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിപ്പോൾ 32 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 32 is equal to എത്ര? 1/2 raised to y അല്ലേ? അപ്പം ഞാനതിനെ 2 raised to minus 5 എന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. അപ്പോൾ 2 raised to 5 is equal to 2 raised to minus 5 എന്ന് കിട്ടും. y is equal to minus 5 എന്നാണ് വരുന്നത്. എവിടെയോ നമുക്ക് തെറ്റിയിട്ടുണ്ട്. 5 into 10 raised to minus 4 ഇതാണാ? അത് ഇത് മക്കളെ 4 into 10 raised to minus 3 ആയിരുന്നു. അതും കറക്റ്റ് തന്നെ.
ഇത് 10 ഇത് ഞാൻ 0.5 ആണ് ഇട്ടത്. 0.5 ബൈ അത് ഞാൻ തിരിച്ചെടുത്ത്, അതല്ലേ പറ്റിയത്. അതായത് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഒരെണ്ണം 4, ഇത് 0.5 ഡിവൈഡ് ബൈ 4 എന്നല്ലേടാ, ഇതേ ഡിവൈഡ് ബൈ ഇതല്ലേ, 4 ഡിവൈഡ് ബൈ 2 അല്ലേ ചെയ്തത്. അത് 1/8 ആയിരുന്നു, നമ്മൾ 8 എന്ന് എഴുതി, അവിടെയാണ് തെറ്റിയത്. ഓക്കെ മക്കളെ, 0.5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻³. ഇത് ക്യാൻസൽ ആയിപ്പോയി. 0.5 ഡിവൈഡ് ബൈ 4, 0.5 എന്ന് പറഞ്ഞാൽ 1/2, താഴെ 4 ഉണ്ട്, അപ്പോൾ അത് 1/8 ആണ്. കറക്റ്റായാ? അവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് പറ്റിയത്. 1/8 ഈക്വൽ ടു, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. 1/2 the whole raised to x into 1/2 the whole raised to y, ഇങ്ങനെയല്ലേ കിട്ടിയത്. സോ 1/8 is equal to 1/2ൻ്റെ സ്ക്വയർ, അപ്പോൾ 1/4 എന്ന് കിട്ടി, ഇൻറ്റു 1/2 the whole raised to y. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് അത് ഇപ്പുറത്ത്, അല്ല ഇതവിടെ കിടന്നോട്ടെ. 1/2 the whole raised to y is equal to, ഇത് അപ്പുറത്ത് കൊണ്ടുപോയി, അപ്പോൾ എന്ത് കിട്ടും? 1/2 raised to y എന്ന് കിട്ടും അല്ലേ. പിന്നെയും കുഴപ്പം വന്നാ 1/4 അല്ല, ഇതിവിടെയല്ലേ വരുന്നത് 4/8 1/2. ശേ ചുമ്മാ. ഓക്കെ കറക്റ്റ് തന്നെ. അതങ്ങോട്ട് നോക്കാം മക്കളെ. 1/2 റൈസ് ടു y is equal to, ഈ 4 ഇവിടെ വരും, 4/8. 4/8 1/2 അല്ലേ. 1/2 റൈസ് ടു y is equal to 1/2. അപ്പം y എത്ര? 1. ഓക്കെ, സോ റേറ്റ് ഈക്വൽ ടു എത്ര കിട്ടും? റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എത്ര മക്കളെ? എക്സിൻ്റെ വാല്യൂ എത്ര? 2 ഇൻറ്റു വൈയുടെ വാല്യൂ എത്ര? 1. സോ വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ? ഇപ്പോൾ വാങ്ങിക്കും. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ 2, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി 1. മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എഴുതിയ വാല്യൂ എടുത്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ നമുക്ക് എഴുതിയെടുക്കാം. മനസ്സിലായോ? വീണ്ടും പറയണോ? ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അത് സാധാരണ 4 എക്സ്പെരിമെൻറ്റ് തരും കേട്ടോ. എന്ന് പറഞ്ഞാൽ എ ഐഡൻറ്റിക്കലായിട്ട് വരുന്ന 2 തരും, ബി ഐഡൻറ്റിക്കൽ വരുന്ന 2 തരും. അപ്പോൾ ബി അത് 2 എടുക്കുമ്പോൾ മറ്റത് കിട്ടും, മറ്റു 2 എടുക്കുമ്പോൾ ഇപ്പുറത്തതും കിട്ടും. ഇതിൽ അങ്ങനെ തന്നിട്ടില്ല. ഇതിൽ ബി മാത്രം 2 സെയിം. അപ്പോൾ അത് സെയിം തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുള്ളത് കണ്ടുപിടിക്കുക, എന്നിട്ട് വേറെ 2 എടുത്തിട്ട് ബാക്കിയും കണ്ടുപിടിക്കുക. മനസ്സിലായോ? ശരി, ഓക്കെ. ഓക്കെ, ഇതെന്തൊക്കെയാണ് ഈ പിന്നെ എന്താണ് A4 സൈസിലാണ് എഴുതേണ്ടതെന്ന് കഴിഞ്ഞ പാരൻസ് മീറ്റിങ്ങിലും പറഞ്ഞതാണ്. ഇത് നോട്ട്ബുക്കിലെ പേപ്പറിൽ എഴുതി, അതിനുശേഷം ഇതിങ്ങനെ ഫോട്ടോസായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് PDF ആക്കിയിട്ട് ഒരു ഫയലാക്കൂ. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യൂ. ഇത് കഴിഞ്ഞാൽ എല്ലാവരും ശരി. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെടാ. ക്വസ്റ്റ്യൻ നമ്പർ 35. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ.
by choosing the correct option. The order of the reaction is the dash of the powers to which sum of the powers allada order enjal sum of the powers to which concentration terms are raised in experimentally determined rate equation. The unit of first order rate constant is second raised to minus 1 അല്ലേ? ഇതൊക്കെ നിങ്ങളാണ് ഇങ്ങനെ വേഗം പറയേണ്ടത്, ഞാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? The unit of first order rate constant when concentration is measured in terms of pressure and time in minute is the unit of first order rate constant. അപ്പോഴും minute raised to minus 1 തന്നെ. The unit of first order rate constant അല്ലേ ചോദിച്ചിരിക്കുന്നത്? The unit of first order rate constant is y. ഓക്കെ, ആയിക്കോട്ടെ. അത് സെക്കൻഡ് റൈസ് ടു മൈനസ് 1 അല്ലെങ്കിൽ മിനിറ്റ് റൈസ് ടു മൈനസ് 1 അല്ലെങ്കിൽ ടൈം റൈസ് ടു മൈനസ് 1. എന്തോ ഓപ്ഷൻ ഡി ആണ്. അതെ. ദ യൂണിറ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് വെൻ ദ കോൺസെൻട്രേഷൻ ഈസ് മെഷേർഡ്. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അവിടെയും മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് റൈസ് ടു മൈനസ് 1, സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് റൈസ് ടു മൈനസ് 1. അല്ലാതെ പ്രഷർ വന്നെന്നും പറഞ്ഞ് ഫസ്റ്റ് ഓർഡറിൻ്റെ റേറ്റ് കോൺസ്റ്റന്റിൽ ആ ടേം വരുന്നില്ല. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ മൂവിങ് ടു next question. Question number 36. Filling the blanks in the following for the x plus y gives z. The reaction is first order with respect to x and zero order with respect to y. ഒന്ന് ബോഡി നോക്കോക്കളെ. എക്സ് പ്ലസ് വൈ അല്ലടാ. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞേ, റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു എത്ര? എക്സ് റൈസ് ടു 1. വൈ റൈസ് ടു എത്ര? അല്ല, അതെ, വൈ റൈസ് ടു എത്ര? 0. അപ്പോൾ ഞാൻ ആ ടേം അവിടെ എഴുതുന്നില്ല. ഓക്കെ, അതെന്താ എഴുതാത്തത്? റൈസ് ടു 0. അപ്പോൾ അവിടെ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. ആയിക്കോട്ടെ. ഇനി നമ്മൾ ഈ എന്താണ് ടാബുലാർ കോളത്തിൽ ഉള്ള ചില കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കുക. ഞാൻ സാധാരണ ഇത് ചെയ്യുമ്പോൾ എൻട്രൻസിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തും ചെയ്യാമല്ലോ. ഇതിൽ ചെയ്ത് നിങ്ങൾ വിവരം അറിയും. ഓക്കെ, ആ വൈയുടെ കോളം അങ്ങ് ഞാൻ വെട്ടിക്കളയും. എന്തിനാണ് വെട്ടിക്കളയുന്നത്? വൈയുടെ പവറിന് വൈയുടെ കോൺസെൻട്രേഷനുമായിട്ട് റേറ്റിന് യാതൊരു ബന്ധവും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ വൈയുടെ കോളം വെട്ടിക്കളയുമെന്ന് പറയുന്നത്. അതെനിക്ക് എൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഞാൻ അവിടെ നിങ്ങൾ നോക്കുക വേണ്ട. എന്നിട്ടോ ആദ്യം എന്ത് സംഭവിച്ചു? 0.1 ആണ് എക്സിൻ്റെ കോൺസെൻട്രേഷൻ. ആ സമയത്തുള്ള റേറ്റ് 2 × 10⁻². അടുത്ത് കോൺസെൻട്രേഷൻ തന്നിട്ടില്ല, അപ്പോൾ റേറ്റ് 4 × 10⁻². എന്ന് പറഞ്ഞാൽ റേറ്റ് ഡബിളായി അല്ലേ? എയുമായിട്ട് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ഒരു സംശയവും വേണ്ട, കോൺസെൻട്രേഷൻ ഡബിൾ ആയാലാണ് റേറ്റ് ഡബിൾ ആവുക. മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ എത്ര മക്കളെ? അല്ല, എ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് എഴുതേണ്ടത്? പറ. 0. എത്ര? പൊന്നു മക്കളെ, നിങ്ങൾ എപ്പോഴാണ് ഇതിൻ്റെ ആൻസർ ഒന്ന് പറയുക എന്നാണ്. ഓക്കെ, ഇത് കോൺസെൻട്രേഷൻ ഡബിൾ ആയാലേ റേറ്റ് ഡബിൾ ആവുള്ളൂ. എത്ര ഈസി ആയിട്ട് ആൻസർ പറയാം. എന്നിട്ട് എന്തിനാണ് ഇത്രയായിട്ട് വൈകിപ്പിക്കുന്നത്? എന്നാൽ അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറഞ്ഞൂടെ നിങ്ങൾക്ക്? പറഞ്ഞോളൂ. 0.2. അടുത്ത് എക്സ്പെരിമെന്റ് നമ്പർ 3ൽ നമ്മൾ നോക്കുക. ആദ്യം 0.1 ആയിരുന്നു ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ, അത് 0.4 ആയി. മീൻസ് കോൺസെൻട്രേഷൻ 4 ടൈംസ് ആയി. ശരി തന്നെ? അപ്പോൾ റേറ്റും 4 ടൈംസ് ആവും. ആദ്യം ഉണ്ടായിരുന്ന റേറ്റിന്റെ 4 ടൈംസ് പറ. 8 × 10⁻². ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, 8 × 10⁻². ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സി നോക്കൂ. സി നോക്കിയേ, മീൻസ് നാലാമത്തെ എക്സ്പെരിമെന്റ്. ഫസ്റ്റ് എക്സ്പെരിമെന്റിലും 2 × 10⁻², ലാസ്റ്റ് എക്സ്പെരിമെന്റിലും 2 × 10⁻². അതിന്റെ മീനിങ് എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും എന്നാണ്. അത് 0.1 മോൾ ലിറ്റർ റൈസ് ടു -1. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്നോ ഇല്ലെന്നോ? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു y ഈസ് 0 ആയതുകൊണ്ട് ആ കോളം നമ്മൾ നോക്കുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു എ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ അതിൻ്റെ മീനിങ് കോൺസെൻട്രേഷൻ ഓഫ് എക്ക് എന്ത് സംഭവിക്കുമോ അത് തന്നെ റേറ്റിന് സംഭവിക്കും. കോൺസെൻട്രേഷൻ ഓഫ് എ ഡബിൾ ആയാൽ റേറ്റും ഡബിൾ ആവും. കോൺസെൻട്രേഷൻ ഓഫ് എ ട്രിപ്പിൾ ആയാൽ റേറ്റും ട്രിപ്പിൾ ആവും. അതാണ് എൻ്റെ കറക്റ്റ് ഐഡിയ. ക്ലിയർ?
അടുത്ത് the chemical reaction 3O2 gives 3O3 gives 2O3 gives 3O2 proceeds as തന്നിട്ടുണ്ട് റേറ്റ് ആസ്പിറേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാമായിരിക്കും, ആൻസർ വിളിച്ച് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ബി. വെരി ഗുഡ്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഓസോണിൻ്റെ സ്ക്വയർ ഇൻറ്റു O2 റൈസ് ടു -1. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, അതിൽ മാത്രമാണ് നെഗറ്റീവ് ഓർഡർ വരുന്നത്. ആ ലോജിക്കെങ്കിലും ഉപയോഗിക്കുക. ശരി, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്, അതുകൊണ്ട് വീണ്ടും ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 38. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് നോട്ട് കറക്റ്റ്? ഓർഡർ ക്യാൻ ബി ഡിറ്റർമിൻഡ് എക്സ്പെരിമെൻ്റലി. കറക്റ്റ് ആണല്ലോ. Order of reaction is equal to the sum of powers of the concentration terms in the rate law expression. Correct ആണോ? Order cannot be fractional. Correct ആണോ? False ആണ്. Order can be fractional. Order is not affected by stoichiometric coefficient of the reactants. അതെ, ശരിയാണ്. കാരണം സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് നോക്കിയിട്ടല്ല, എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓർഡർ എഴുതാറ്. മനസ്സിലായോ? Oh, so next question, moving to next question. And that is the next question. Unit of rate and rate constant are same for a reaction. Unit of rate constant ഏതിനാണ് സെയിം? ഓക്കെ, വെരി ഗുഡ്. സീറോ ഓർഡർ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അത് പഠിപ്പിച്ചപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, പഠിക്കുകയേ ചെയ്യരുത്. The rate of the reaction CS3CO/C2H5 plus NaOH gives CS3CO Na plus C2H5OH is given by the equation rate equal to K into CS3CO C2H5 into concentration of NaOH. ശരിയല്ലേ? If concentration is assessed in mole per liter, the unit of K ഒന്നുമില്ല. ഇതിൻ്റെ ഈ റിയാക്ഷൻ്റെ ഓർഡർ എത്ര? സെക്കൻഡ് ഓർഡർ. ലിറ്ററിൻ്റെ പവറിനോട് 1 ആഡ് ചെയ്താൽ ഓർഡർ ആവുമെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? ലിറ്ററിൻ്റെ പവറിനോട് 1 ആഡ് ചെയ്താൽ ഓർഡർ ആവും. സോ വിച്ച് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? അല്ല, വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്? ലിറ്റർ മോൾ റേസ് -1 സെക്കൻഡ് റേസ് 1. വെരി സിമ്പിൾ. അവിടെ ഓർഡർ 2 ആണ്. അപ്പോൾ ലിറ്റർ ഇവിടെ ലിറ്ററിനേ ഉള്ളൂ, അത് ലിറ്റർ റേസ് 1 ആണ്. അതിനോട് 1 ആഡ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. മനസ്സിലായെന്നാ ഇല്ലെന്നാ? അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡറിൻ്റെത് എഴുതി കണ്ടുപിടിക്കുക, അതിനും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വഴികളൊക്കെ. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ റിയാക്ടൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് എൻ്റെ പേര്? മോളിക്കുലാരിറ്റി. ഫോർ എ യൂണിമോളിക്കുലർ റിയാക്ഷൻ the molecularity 1 ആണ്. The order and molecularity of the slow step are equal to 1. ശരിയാണ്. അടുത്ത molecularity of the reaction can be 0, 1 or 2. പൊട്ടത്തെറ്റ്. molecularity never be 0 അല്ലേ? More than one reacting species are involved in the step. ഒരിക്കലും അല്ല, കാരണം molecularity 1 means ഒരു സ്പീഷീസേ ഇൻവോൾവ് ചെയ്യുള്ളൂ. ഓക്കെ. molecularity of the reaction can be determined only accidentally. പൊട്ടത്തെറ്റ്. ഓക്കെ. So which is the correct? The order and molecularity of the slowest step are equal to 1. അതുകൊണ്ടാണ് molecularity order 1 ആയത്. Okay. What will be the rate equation for the reaction? 2x plus y gives z if the order of the reaction is 0. If the order of the reaction is 0, what is the rate equation? വേഗം പറയൂ ആൻസർ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? പറയൂ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ട് ബി? അവിടെ എക്സും വൈയും ഇല്ല. എക്സും വൈ എവിടെ പോയി? റൈസ് ടു ദ പവർ 0 ആയതുകൊണ്ട് പോയി. ശരിയല്ലേ? എടാ ഓർഡർ 0 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്. നമ്മൾ ഒന്നുകിൽ സം 0 ആയിരിക്കണം. ഇവിടെ സം 0 എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഒരു കേസിലും സം 0 വരുന്ന കേസില്ല. അപ്പോൾ നമ്മൾ ആകെ എടുക്കാൻ പറ്റുന്നത്, നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ എയിൽ ഓർഡർ എത്ര വരും? 2 വരും. ശരിയല്ലേ? ഓപ്ഷൻ ബിയിൽ ഓർഡർ 0 വരും, റേറ്റ് ഈക്വൽ ടു കെ ആണ്. അടുത്ത ഓപ്ഷൻ സിയിലാണെങ്കിൽ ഓർഡർ 1 എന്ന് വരും, കാരണം y റേസ് ടു 1 ഉണ്ട്. ഓപ്ഷൻ ഡി ആണെങ്കിൽ ഓർഡർ 1 എന്ന് വരും, കാരണം അവിടെ x റേസ് ടു 1 ഉണ്ട്. മനസ്സിലായോ? ഓക്കെ. അടുത്തത്, ഫോർ ദ റിയാക്ഷൻ I minus plus OCl minus gives IO minus plus Cl minus in the aqueous medium.
the rate of the reaction is given by d by dt of IO minus is equal to K into I minus into concentration of OCl minus divided by concentration of OH minus the overall order of the reaction. എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പം അവിടെ നോക്കിയാൽ മക്കളെ വെരി സിമ്പിൾ ആണ്. ഡി ബൈ ഡി ടി ഓഫ് IO മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് IO മൈനസ് അല്ലേ? ഇവിടെ എല്ലാവരുടെയും കോഎഫിഷ്യന്റ് സെയിം അല്ലേ? എല്ലാവരുടെയും കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് IO മൈനസ് റേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ റേറ്റ് ഈക്വൽ ടു K into concentration of I minus into concentration of OCl minus divided by concentration of OH minus എന്നാണ് നിങ്ങളതിനെ വായിക്കേണ്ടത്. ഇനി അടുത്തത് D by dt of IO minus is equal to K into I minus അതിൻ്റെ പവർ 1 OCl 3 minus അതിൻ്റെ പവർ 1 അപ്പോൾ 2I ഡിവൈഡഡ് ബൈ OH മൈനസ് അതിൻ്റെയും പവർ 1 ഒരു 1 ക്യാൻസൽ ആയി പോവും അല്ലേ? ബാക്കിയുള്ളതിലേ വരുള്ളൂ. ദ ഓവറാൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇതിൻ്റെ പവർ 1 അതിൻ്റെ പവർ 1 അടുത്തവൻ്റെ പവർ മേളിൽ കൊണ്ടുപോകണം. അപ്പോൾ OH മൈനസ് റൈസ് ടു മൈനസ് 1 വരും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1 എന്നേ വരുള്ളൂ. അപ്പോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എത്രയാണ് പറഞ്ഞേ? 1. മനസ്സിലായോ? The overall rate of the reaction is governed by overall rate, the rate of the fastest intermediate step, sum total of the rate of all intermediate step, the average of the rate of all intermediate step, the rate of the slowest step. Slowest step ന്റെ പേരാണ് rate determining step എന്ന് ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ആയിക്കോട്ടെ. അടുത്ത അപ്പോൾ റേറ്റ് ഓഫ് സ്ലോവസ്റ്റ് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ്. ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് ഡിസൈഡഡ് ബൈ ടെമ്പറേച്ചർ ആണോ, മെക്കാനിസം ആണോ, മോളിക്കുലാരിറ്റി ആണോ, പ്രഷർ ആണോ? മെക്കാനിസം ശരിയല്ലേ? എങ്ങനെ? ഏത് സ്റ്റെപ്പിലൂടെ? അതിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എത്ര? ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ എത്ര പേര് ഇൻവോൾവ് ചെയ്തു? അതാണ് ഓർഡർ എന്ന് പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് ഇൻ കേസ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് റേറ്റ് കോൺസ്റ്റന്റ് ഇൻ കേസ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് K ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ എന്താണ് കോൺസെൻട്രേഷൻ യൂണിറ്റ്സ്. കെയും റേറ്റ് കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ യൂണിറ്റ്സ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ യൂണിറ്റ്സ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് കോൺസെൻട്രേഷൻ യൂണിറ്റ്. റേറ്റ് കോൺസ്റ്റന്റ് കെയും അതുപോലെ എന്താണ് റേറ്റ് കോൺസ്റ്റന്റ് ഇൻ കേസ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വാ. റേറ്റ് ഈക്വൽ ടു K into concentration of A raised to 1. ശരിയാണല്ലോ? ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇത് ഞാൻ ഇനി കൊണ്ടുവന്നു. അപ്പോൾ റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A raised to 1 is equal to K. അപ്പോൾ കെയും കോൺസെൻട്രേഷൻ ഓഫ് എയും തമ്മിൽ എന്താ ബന്ധം? ഇൻവേഴ്സ്ലി. എന്താ എഴുതിയിരിക്കുന്ന ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ പ്രൊപ്പോർഷണൽ ഓഫ് ദ കോൺസെൻട്രേഷൻ യൂണിറ്റ്സ്. മനസ്സിലായെന്നില്ലെന്നാ? മനസ്സിലായി. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ് ഇൻഡിപെൻഡൻറ്റ്. റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്നല്ലേ പഠിപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ് എടുക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ യൂണിറ്റ്സ്. ഒരു മിനിറ്റ് എടാ, ക്വസ്റ്റ്യൻ നമ്പർ എടാ. ശരിയാണ്. അതായത് അതിനകത്തൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ? അതിനകത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1 ആണ്. കോൺസെൻട്രേഷനും മോൾ ലിറ്റർ റൈസ് ടു -1 ആണ്. അപ്പോൾ ഈ ടൈം ആക്ച്വലി ഇവിടെ ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? ഇത് ടൈം ആണ് ഇവിടുത്തെ കെയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. കെയുടെ യൂണിറ്റ്. അപ്പോൾ കെ എന്ന് പറയുന്നത് ആക്ച്വലി കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാണ് കേട്ടോ. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. അതായത് സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഇവിടെ മോൾ ലിറ്റർ റൈസ് ടു -1 അല്ല, മോൾ സ്ക്വയർ ലിറ്റർ റൈസ് ടു അല്ല. ഇത് ഏത് ഓർഡർ? ഇത് കെ അല്ല, റേറ്റ് കോൺസെൻട്രേഷൻ സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ സ്ക്വയർ വരും. ശരി തന്നെ. ഓക്കെ, റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എയുടെ സ്ക്വയർ വന്നാൽ എന്താ പ്രത്യേകത?
സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ റേറ്റ് എത്ര മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് -1 കെ. ഇതാകുമ്പം മോൾ സ്ക്വയർ ലിറ്റർ റൈസ് ടു -2. അപ്പോൾ ഒരു മോളും ക്യാൻസൽ ആയി പോവും. 1 ലിറ്റർ റൈസ് -1 1 ലിറ്റർ റൈസ് -1 ക്യാൻസൽ ആയി പോവും. അപ്പം കോൺസെൻട്രേഷൻ ടേമുമായിട്ട് കേക്ക് റിലേഷൻ ഉണ്ട്. മനസ്സിലായ? ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ യൂണിറ്റ്സ്. കുഴപ്പമില്ല. കോൺസെൻട്രേഷൻ യൂണിറ്റ്സ് എന്നാണ് അല്ലേ? കറക്റ്റ് തന്നെ. ഓക്കെ. അതെന്തറിയാമോ? അതിലത് ഒരു മിസ്റ്റേക്ക് ഞാൻ ആലോചിച്ചത് കോൺസെൻട്രേഷൻ ടേംസ് എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ കോൺസെൻട്രേഷൻ ടേമുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, യൂണിറ്റുമായിട്ടാണ് റിലേഷൻഷിപ്പ് ചോദിച്ചത്. ശരിയല്ലേ? അപ്പോൾ യൂണിറ്റുമായിട്ട് റിലേഷൻഷിപ്പും ഇല്ല. കാരണം അതിൻ്റെ യൂണിറ്റും ക്യാൻസൽ ആയിപ്പോയി. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഇല്ലാത്തത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ യൂണിറ്റ്സ്. ഓക്കെ. ഒന്നുകൂടെ വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു 1 മക്കളെ. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് എത്ര? മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് -1 കെ ഇൻറ്റു ഇതിൻ്റെ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ റൈസ് ടു -1. അപ്പോൾ കോൺസെൻട്രേഷൻ ഇത് കെയുടെ യൂണിറ്റ് സെക്കൻഡ് റൈസ് -1 ആണ്. അതിന് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ക്വസ്റ്റിൻ്റെ മീനിങ്. അപ്പോൾ കറക്റ്റായി. ഓക്കെ. ഞാൻ കോൺസെൻട്രേഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, ആയിക്കോട്ടെ. വാ തിരിച്ച് ക്വസ്റ്റ്യൻ നമ്പർ 48. ഇൻ്റഗ്രേറ്റ് റേറ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പാണ്. ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 15 × 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ്. ഹൗ ലോങ് വിൽ 5 gram ഓഫ് ദിസ് റിയാക്ടൻ ടു റെഡ്യൂസ് ടു 3 gram? 5 gram 3 gram ആവാൻ എടുക്കുന്ന സമയം. റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഓർഡറും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ടി? ടി ഈസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ കെ ഇൻറ്റു ലോഗരിതം ഓഫ് എത്രയാണ്? R0/R. അപ്പോൾ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. 2.303 ഡിവൈഡ് ബൈ വാട്ട് ഈസ് ടി? അല്ല സോറി, വാട്ട് ഈസ് കെ? 15 ഇൻറ്റു -3 ഇൻറ്റു ലോഗരിതം ഓഫ് 5 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 5 അല്ലേ തന്നിരിക്കുന്നത്? 5 gram എത്രയായിട്ട് മാറി? റെഡ്യൂസ്ഡ് ടു 3 gram. അപ്പോൾ കോൺസെൻട്രേഷൻ 3 ആണ്. 3 റിയാക്ട് ചെയ്ത് പോയെന്നാണ് പറഞ്ഞെങ്കിൽ അവിടെ 2 എന്ന് എഴുതിയേനെ. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? 5 ഉണ്ടായിരുന്നു, റെഡ്യൂസ്ഡ് ടു 3. അപ്പോൾ ഇപ്പോൾ കോൺസെൻട്രേഷൻ 3 ആണ്. ക്ലിയർ? സോ ടി ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 10⁻³ ഇൻറ്റു logarithm of 5 minus logarithm of 3. What is logarithm of 5? Point? ഒന്നും ഓർമ്മയില്ല. logarithm of 1 എത്ര? 0. logarithm of 2 എത്ര? 0.3010. logarithm of 3 എത്ര? 0.4771. logarithm of 4 എത്ര? 0.6020. logarithm of 5 എത്ര? 0.6990. logarithm of 6 എത്ര? 0.7781. logarithm of 7 എത്ര? 0.8450. logarithm of 8 എത്ര? 0.9030. ഓക്കെ. logarithm of 9 എത്ര? 0.9542. logarithm of 10 എത്ര? 1. ഓക്കെ. രക്ഷപ്പെടണമെന്നുള്ളവർ, ആഗ്രഹം തീവ്രമായിട്ടുള്ളവർ പഠിക്കുക.
ആ പറഞ്ഞോ. ആ പറ്റും. നമുക്ക് അതനുസരിച്ചായിരിക്കും ആൻസർ തന്നിരിക്കുന്നത്. ആൻസർ എപ്പോഴും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്നേ ചോദിക്കുകയുള്ളൂ ആൻസർ. ഓക്കെ ഓക്കെ. വീണ്ടും എക്സാം എഴുതണ്ട, PDF ആക്കുക. PDF ആക്കിയിട്ട് തൽക്കാലം പിന്നെ എന്താണ് വാട്സപ്പിൽ അയയ്ക്കുക. എന്നിട്ട് ഇപ്രാവശ്യത്തേക്ക് ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ എക്സാമിനേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇത് PDF ആക്കിയിട്ട് വാട്സപ്പിലേക്ക് അയക്കൂ. എന്നിട്ട് ഞാൻ വൈകുന്നേരം മെസ്സേജ് അയക്കാം, ഞാനിപ്പോൾ ക്ലാസ്സിലാണ്. കഴിഞ്ഞോ? ഇത് എഴുതി കഴിഞ്ഞാടാ? log 1 മുതൽ log 10 വരെ എഴുതിയാ? ആ ശരി. ലോഗരിതം ഓഫ് 5 ലോഗരിതം ഓഫ് 3യുടെ വാല്യൂ നമുക്ക് അറിയാമല്ലോ. അറിയാം. ആ വാല്യൂ ഇടുക, ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ചെയ്യാൻ പറ്റുമോ? അതോ ചെയ്യുമോ? ക്വസ്റ്റ്യൻ നമ്പർ അങ്ങനെയല്ല, ഇനി എന്താണ് 10 മിനിറ്റ് 12 മിനിറ്റ് ശേഷം ബാക്കിയുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു 4 ദിവസം കൂടെ ചെയ്യട്ടെ. 50 എണ്ണം എനിക്ക് ഫിനിഷ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 49 എന്താ? ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 10 മിനിറ്റ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 100 മിനിറ്റ് അല്ലടാ? അപ്പോൾ 10 മിനിറ്റ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 10 മിനിറ്റ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 100 മിനിറ്റ്. ഒന്ന് ബോഡി നോക്ക്. 2 ഐഡിയകൾ പറയാം. ഒന്ന്, നിങ്ങളുടെ വശം 100 ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, 10 മിനിറ്റ് ആയി. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആയി? 50 ആയി. ശരിയല്ലേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ ഓക്കെ 100 മിനിറ്റ് എന്നാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 10 ടി ഹാഫ് ആയി. ശരി തന്നെ? 100 മിനിറ്റ്. നമ്പർ ഓഫ് ടി ഹാഫ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈമിനെ നിങ്ങൾ ടി ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മക്കളെ. നിങ്ങൾക്ക് നിൽക്കുന്ന ടൈം എത്ര? 100 മിനിറ്റാ? 100 മിനിറ്റ് ഡിവൈഡ് ബൈ ടി ഹാഫ് എത്ര? 10. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കൈവശം എന്താണ് എത്ര ടി ഹാഫ് ഉണ്ട്? 10 ടി ഹാഫ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു 10 ടി ഹാഫ് കൊണ്ട് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവുമെന്ന്. വാട്ട് ഈസ് T90? 3.32 ടി ഹാഫ്. ഓർമ്മയുണ്ടോ? What is T99? 6.64 ടി ഹാഫ്. What is T99.9? എത്രയാണ്? 10 ടി ഹാഫ്. അപ്പോൾ 10 ടി ഹാഫ് കൊണ്ട് എത്ര കംപ്ലീറ്റ് ആവും? 99.9. ഉണ്ടോ? ഓപ്ഷൻ ഉണ്ടോ? നോക്കി ചെക്ക്. ഞാൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഒരു മിനിറ്റ് വാ. ഞാൻ നമുക്കൊരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നു. T is equal to 3.32 ടി ഹാഫ് ഇൻറ്റു ലോഗരിതം ഓഫ് R0 ബൈ R. ഓർമ്മയുണ്ടോ? ഓക്കെ, ടി എത്ര? 100. ഇത് 3.32 ഇൻറ്റു എത്രടാ ടി ഹാഫ്? 10 ഇൻറ്റു ലോഗരിതം ഓഫ് R എത്രയാണ്? 100. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? R0 100, R കണ്ടുപിടിക്കണം. ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇത്? 100 ഡിവൈഡ് ബൈ 3.32 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് 100 ഡിവൈഡഡ് ബൈ R. ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ലോഗരിതം ഓഫ് 100 മൈനസ് ലോഗരിതം ഓഫ് R, എന്നിട്ട് അവിടെ നിന്ന് ആൻറ്റി ലോഗരിതം ഒക്കെ എടുത്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരമാണ് വളരെ ഈസി ആയിട്ട് ഈ ഐഡിയയിലൂടെ പോകുന്നത്. മനസ്സിലായി കാണും.
ഓക്കെ, അപ്പം 3.32 ടി ഹാഫ് കംപ്ലീറ്റ് ആകുമ്പോൾ 90% ആകുമെന്നും 6.64 ടി ഹാഫ് കംപ്ലീറ്റ് ആകുമ്പോൾ 99 ആകുമെന്നും 10 ടി ഹാഫ് ആകുമ്പോൾ ടി 99.9 ആണെന്ന് ഓർക്കണം. കാരണം ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് എഴുതാൻ കാരണം നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ഷോ ദാറ്റ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 99.9% ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 10 ടൈംസ് ഹാഫ് ലൈഫ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 10 ടൈംസ് ഹാഫ് ആണെങ്കിൽ 99.9 കംപ്ലീറ്റ് ആവുന്ന ടെക്സ്റ്റ് ബുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലായെന്നില്ലെന്നാ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഐഡിയകൾ പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ അറിയും, അല്ലെങ്കിൽ അത്രയും സമയം എടുക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് ഐഡിയ പഠിപ്പിച്ചു തന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ആൻഡ് നൗ ക്വസ്റ്റ്യൻ നമ്പർ 50 നോക്കൂ. The half-life for radioactive decay of C14 is 5730 years. An archaeological artifact containing wood had only 80% of carbon-14 found in the living tree. The age of the sample is. എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഏജ് കണ്ടുപിടിക്കാൻ. ഏജ് മീൻസ് എത്ര സമയം എടുത്തതാണ്. ടി സീക്വൽ എത്ര ഇക്വേഷൻ? 2.303 ഡിവൈഡ് ബൈ കെ ഇൻറ്റു ലോഗരിതം ഓഫ് എത്ര? R0/R. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എത്ര? 3.32 ടി ഹാഫ് ഇൻറ്റു ലോഗരിതം ഓഫ് R0/R. അത് കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക, ആ ടി ഹാഫ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ ടി ഹാഫ് ആണോ തന്നിരിക്കുന്നത്, കെ ആണോ തന്നിരിക്കുന്നത്? ആ, ടി ഹാഫ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടി ഈസ് ഈക്വൽ ടു 3.32 ഇൻറ്റു വാട്ട് ഈസ് ടി ഹാഫ്? 5730 ഹാഫ് ലൈഫ് 5730 ഇൻറ്റു ലോഗരിതം ഓഫ് R0 എത്ര? 100. 80. അതായത് ഇപ്പോൾ ഞാൻ ഒരു ലിവിങ് സാമ്പിൾ എടുത്തപ്പോൾ അതിനകത്ത് 80% ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷനാണ് 80. മനസ്സിലായെന്നോ ഇല്ലെന്നോ? ഫോസിലിൽ അത് മരിക്കുന്നതിന് മുമ്പ് 100 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ലിവിങ് സാമ്പിൾ എടുത്തപ്പോൾ അതിനകത്ത് 80% ആണ്. അപ്പോൾ 100/80 5/4 എന്ന് വരും. അപ്പോൾ log 5/4. അപ്പോൾ log 5 മൈനസ് log 4 ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് എൻട്രൻസ് ചെയ്യാൻ പറ്റും. അതിനാണ് log 1 മുതൽ log 10 വരെ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കാല് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാം, ചെയ്ത ആൻസർ പറയാം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 50 ആകുമ്പോൾ നിർത്തുവാണ്. കാരണം ഇനി അടുത്തത് 51 മുതൽ അങ്ങോട്ടുള്ളത് നമുക്ക് ചെയ്യാം. എന്താണ് അത് നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഇന്നിപ്പോൾ ഞാൻ മാക്സിമം പഠിപ്പിച്ച് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാനാണ് ഇനി ശ്രമിക്കുക. പിന്നെ അടുത്ത ആഴ്ച തൊട്ട് ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, അത് തരേണ്ടിയിരിക്കുന്നു. ഈ വരുന്ന തേഴ്സ്ഡേയിൽ എൻട്രൻസ് ക്ലാസ് ഉണ്ടാവില്ല. അതിന് പകരം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിനകത്ത് 3 ഓർഗാനിക് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരും. അത് കാണാനായിരിക്കും പറയുക. ഓക്കെ, ഈ ആഴ്ച ഡേ ടൈമിൽ നിങ്ങൾക്ക് വേറെ പ്രോഗ്രാമുകളൊന്നും ഇല്ല. ഇതെന്തൊക്കെയാണ്? വേറെ പ്രോഗ്രാമുകളൊന്നുമില്ല. അതായത് എൻട്രൻസ് എക്സാംസ് ഒന്നുമില്ല. അടുത്ത സൺഡേ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. സൊല്യൂഷൻ ചാപ്റ്റർ ടോപ്പിക് 1 അല്ലേ? ശരി, ആയിക്കോട്ടെ. അപ്പോൾ അത്രയാണ്. അപ്പോൾ ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. 7:25 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 2 പ്രോബ്ലം ചെയ്യാനുണ്ട്. ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്രേക്ക് എടുക്കുക. 7:45 ഞാൻ പഠിപ്പിച്ചു തുടങ്ങും കേട്ടോ. ആയിക്കോട്ടെ.